നമസ്കാരം. സമാധാനത്തിന് മാത്രം പ്രാധാന്യം നൽകുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. എന്നാൽ എന്നൊക്കെ ഈ രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന നമ്മുടെ അനുവാദമില്ലാതെ ആരൊക്കെ ഈ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അന്നെല്ലാം തക്കതായ തിരിച്ചടി നൽകിയിട്ടുണ്ട് ഈ രാജ്യം. ഇത് ഇന്നോ ഇന്നലെയോ അല്ല പാകിസ്ഥാനുമായി നമ്മുടെ രാജ്യം യുദ്ധം ആരംഭിക്കുന്നത്. വർഷങ്ങളായി ബദ്ധവൈരികളായി നമ്മൾ ഈ യുദ്ധം തുടരുന്നുണ്ട്. അപ്പോഴൊന്നും യുദ്ധത്തിന് തുടക്കം കുറിച്ചത് ഇന്ത്യ ആയിരുന്നില്ല, എല്ലാ കാലത്തും പാകിസ്ഥാനായിരുന്നു. എന്നാൽ അവസാനവട്ട വിജയമാകട്ടെ അത് ഇന്ത്യക്ക് സ്വന്തവുമായിരുന്നു. 1999 നടന്ന കാർഗിൽ യുദ്ധത്തിന് സമാനമായ ഒരു യുദ്ധമായിരിക്കും ഇനി ഈ രാജ്യത്ത് ഉണ്ടാകുവാൻ പോകുക എന്ന് പല നിരീക്ഷകരും പറയുമ്പോൾ എന്തുകൊണ്ടാണ് 15 ദിവസം ഇന്ത്യ കാത്തിരുന്നത് എന്ന സംശയങ്ങൾ ഉയരുകയാണ്. ഇന്ത്യക്ക് നിഷ്പ്രയാസം തകർത്തെറിയുവാൻ കഴിയുന്ന ഒരു രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ. പക്ഷേ അങ്ങനെ ഒരു മഹായുദ്ധത്തിന്റെ വാതായനം തുറന്നിട്ടാൽ അതുണ്ടാക്കുവാൻ പോകുന്ന നാശനഷ്ടങ്ങളെപ്പറ്റി തികഞ്ഞ ബോധ്യം ഇന്ത്യക്കുണ്ടായിരുന്നു. പാകിസ്ഥാൻ ഭീകരവാദികളെ പോലെ തന്നെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടവർ തന്നെയാണ് പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങൾ. ഒരു ഭാഗത്ത് ഭീകരവാദികളെ കൊന്നുതള്ളണം എന്ന ഉറച്ച ബോധ്യം ഇന്ത്യക്കുണ്ടെങ്കിലും അത്തരത്തിൽ ഭീകരവാദികളെ നേരിടുമ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ അത് ബാധിക്കുവാൻ പാടില്ല എന്ന തികഞ്ഞ ബോധ്യം ഇന്ത്യക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 15 ദിവസം കാത്തിരുന്നു ഒരു തുറന്ന യുദ്ധത്തിനായി. അതിനു മുന്നോടിയായി പലതരത്തിൽ തിരിച്ചടി നൽകി ഇന്ത്യ. ലഷ്കർ ഇ തൊയ്ബയുടെ റെസിസ്റ്റന്റ് ഫ്രണ്ടാണ് ഈ ഭീകരാക്രമണത്തിന് പിന്നിലെന്ന് ബോധ്യപ്പെട്ട ഇന്ത്യ പാകിസ്ഥാന് ആദ്യഘട്ടത്തിലൊന്നും അതിൽ പങ്കില്ല എന്ന് പറയുകയും പിന്നീട് ഉണ്ട് എന്ന് വെളിപ്പെടുകയും ചെയ്തപ്പോൾ പാകിസ്ഥാനെതിരെ തിരിച്ചടിക്കണമെന്ന തീരുമാനത്തിൽ ഇന്ത്യ സിവിലിയൻസായ പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ അത് ബാധിക്കരുത് എന്ന ഉറച്ച തീരുമാനമെടുക്കുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ പാകിസ്ഥാൻ നയതന്ത്രജ്ഞരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു. അതോടുകൂടിയെങ്കിലും പാകിസ്ഥാൻ എന്ന നിശബ്ദത പാലിക്കുമെന്ന് രാജ്യം പ്രതീക്ഷിക്കുന്നു. പക്ഷേ പാകിസ്ഥാൻ നിശബ്ദത പാലിച്ചില്ല. തൊട്ടുപിന്നാലെ ഇന്ത്യയിൽ വിദ്യാഭ്യാസത്തിനും മറ്റു പല ആവശ്യങ്ങൾക്കുമായി എത്തിയ പാകിസ്ഥാൻ പൗരന്മാരെ വളരെ മാന്യമായി വളരെ ബഹുമാനത്തോടുകൂടി അവരുടെ വിസ റദ്ദാക്കി പുറത്താക്കുന്നു. അതിന് തൊട്ടുപിന്നാലെ സിന്ധു ജല ഉടമ്പടി നിർത്തിവെക്കുന്നു. അപ്പോഴും മതിയാകാത്ത അഹങ്കാരവും തിരിച്ചടിയും നിർത്താത്ത പാകിസ്ഥാന് പിന്നെയും മറുപടി കൊടുക്കേണ്ട ആവശ്യകതയിലേക്ക് രാജ്യം മാറുന്നു. 1972 സിംല കരാർ താൽക്കാലികമായി രാജ്യം നിർത്തുന്നു. അങ്ങനെ പലതരത്തിൽ നയതന്ത്രപരമായ പല തിരിച്ചടികളും രാജ്യം പാകിസ്ഥാന് നൽകുന്നു. പിന്നെയും നിശബ്ദത പാലിക്കുവാൻ കഴിയാതെ പലതരത്തിലും പ്രകോപിപ്പിക്കുന്ന പാകിസ്ഥാന് ചുട്ട മറുപടി നൽകണം എന്ന ബോധ്യം ഈ രാജ്യത്തുണ്ടായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൈന്യത്തിന് പരിപൂർണമായ സ്വാതന്ത്ര്യം നൽകുന്നു. അങ്ങനെ മെയ് 7 അർദ്ധരാത്രിയിൽ പാകിസ്ഥാൻ അധീന കശ്മീരിലും പഞ്ചാബ് പ്രതീക്ഷയിലും അങ്ങനെ വിവിധ ഇടങ്ങളിലായി 9 ഭീകര ക്യാമ്പുകൾ 23 മിനിറ്റ് മാത്രം ദൈർഘ്യത്തിൽ രാജ്യം തകർത്തെറിയുന്നു. പാകിസ്ഥാൻ കൈയും കെട്ടി നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. അങ്ങനെ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നു. ഇനി എന്താണ് ഓപ്പറേഷൻ സിന്ദൂർ? എങ്ങനെയാണ് അതിന് അങ്ങനെ ഒരു പേര് ലഭിച്ചത്? ഏപ്രിൽ 22 കാശ്മീരിലെ പഹൽഗാം എന്ന മനോഹരമായ ഭൂപ്രദേശത്തെ ഒരു പുലരി തൻ്റെ പതിയുമായി തൻ്റെ ഭർത്താവുമായി ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി സ്നേഹം പങ്കുവയ്ക്കുവാൻ വേണ്ടി വിനോദസഞ്ചാരത്തിനായി അവിടെ എത്തിയ ദമ്പതികൾ ഹിമാൻഷി നർവാളും വിനയ് നർവാളും. വിനയ് നർവാൾ ഒരു നേവി ഉദ്യോഗസ്ഥനാണ്. സ്വന്തം ഭർത്താവായ വിനയുടെ ഹൃദയത്തിലേക്ക് തൻ്റെ കൺമുൻപിൽ വെച്ച വെടിയുണ്ടകൾ ഏറ്റുവാങ്ങി അദ്ദേഹം ചോരവാർന്ന മടിത്തട്ടിൽ വീണ് മരിക്കുമ്പോൾ വിവാഹം കഴിഞ്ഞ ജീവിതത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങൾ ആരംഭിക്കുവാൻ വേണ്ടി കാത്തിരുന്ന ആ സ്ത്രീ, ആ പെൺകുട്ടിക്ക് അവളുടെ തിരുനെറ്റിയിൽ കുറിച്ചിരുന്ന ആ സിന്ദൂരക്കുറി മായ്ക്കേണ്ടി വരുന്നു. ഹിമാൻഷിയെ പോലെ വിധവകളാക്കപ്പെട്ട ഈ യുദ്ധത്തിലൂടെ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയ ആ വിധവകൾക്ക് വേണ്ടി അവർക്ക് വേണ്ടി മറുപടി ചോദിക്കുവാൻ വേണ്ടി തന്നെയാണ് രാജ്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ടത്. അങ്ങനെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. 23 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിക്കുന്നു. 23 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ച് അവസാനിക്കുന്നു. ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങളും SSC ALP ക്രൂയിസ് മിസൈലുകളും AASM ഹമ്മർ ബോംബുകളും അങ്ങനെ 14 മിസൈലുകൾ കൊണ്ട് ആക്രമണം നടത്തുന്നു രാജ്യം. 9 ഭീകര കേന്ദ്രങ്ങൾ ഭീകര ക്യാമ്പുകൾ നശിപ്പിക്കപ്പെടുന്നു. ഭീകര സംഘടനകളായ ജെയ്ഷ് ഇ മുഹമ്മദും ലഷ്കർ ഇ തൊയ്ബയുമായിരുന്നു രാജ്യത്തിൻ്റെ ലക്ഷ്യം.
അങ്ങനെ ആക്രമണത്തിനൊടുവിൽ 100 ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്ന രാജ്യം സ്ഥിരീകരിക്കുന്നു. മറിച്ച് പാകിസ്ഥാന്റെ പക്കൽ നിന്ന് അങ്ങനെ വലിയ ആയുധ ശേഖരങ്ങളൊന്നുമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തോട് കിടപിടിക്കുവാൻ കഴിയുന്ന ആയുധ ശേഖരങ്ങളില്ലാത്ത പാകിസ്ഥാൻ ചൈനയുടെയും മറ്റു രാജ്യങ്ങളുടെയും സഹായം തേടുന്നു. അവരുടെ പക്കൽ നിന്ന് J-10C ജെറ്റുകളും 3 ഫ്രഞ്ച് നിർമ്മിത റഫേൽ വിമാനങ്ങളും ഒരു റഷ്യൻ MiG-29ഉം ഒരു Su-30യും ഉൾപ്പെടെയുള്ള ആയുധങ്ങളും വിമാനങ്ങളും കൊണ്ട് 5 ഇന്ത്യൻ ജെറ്റുകൾ വെടിവെച്ചിട്ടതായി അവകാശപ്പെടുന്നു. അത് അവകാശപ്പെടൽ മാത്രമാണ് എന്ന് രാജ്യം പലതവണ അവരെ ഓർമ്മപ്പെടുത്തുന്നു. മരണങ്ങൾക്ക് പ്രതികാരം ചെയ്തേ ഇനി രാജ്യം അടങ്ങിയിരിക്കൂ എന്ന് പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പറയുന്നു. നിരവധി ഇന്ത്യൻ ജെറ്റുകൾ, ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി അദ്ദേഹം അവകാശപ്പെടുന്നു. അവയെല്ലാം വെറും അവകാശപ്പെടലുകൾ മാത്രമാണെന്ന് രാജ്യം പിന്നെയും ഓർമ്മിപ്പിക്കുന്നു. 16 പേർ മരിച്ചതായി ഇന്ത്യ റിപ്പോർട്ട് ചെയ്തപ്പോൾ 30-ലധികം പേർ മരിച്ചതായി പാകിസ്ഥാൻ അവകാശപ്പെടുന്നു. യുദ്ധം അതിൻ്റെ ഏറ്റവും ഭീകരമാർന്ന അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ഐക്യരാഷ്ട്രസഭയും അമേരിക്കയും ചൈനയും റഷ്യയും അങ്ങനെ രാജ്യങ്ങളിലെ നേതാക്കന്മാരെല്ലാം ഈ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നു. ഇന്ത്യ അതിനും തയ്യാറായിരുന്നു. സമാധാനകാംക്ഷികളായ ഇന്ത്യ അതിനും തയ്യാറായിരുന്നു. എന്നാൽ നിർത്താതെ തങ്ങളെക്കാൾ വലിയ ആയുധശേഷിയുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് ബോധ്യമുണ്ടായിട്ടും എന്തിനു വേണ്ടിയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ വീണ്ടും വീണ്ടും ഇന്ത്യയെ ചൊടിപ്പിക്കുന്നു. ഒന്ന് വിരൽ നിഷ്പ്രയാസം തകർന്ന തരിപ്പണമാകുന്ന രാജ്യം തന്നെയാണ് പാകിസ്ഥാൻ എന്ന് ബോധ്യമുണ്ടായിട്ടും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ കൺമുൻപിൽ കണ്ടുകൊണ്ട് നിശബ്ദത പാലിച്ച് സമാധാനത്തോടുകൂടി തന്നെ രാജ്യം വീണ്ടും മുൻപോട്ട് പോകുന്നു. വിമാനത്താവളങ്ങൾ അടച്ചിടേണ്ട ഒരു അവസ്ഥയുണ്ടാകുന്നു. വിദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് യാത്ര ബുദ്ധിമുട്ടുണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾ അടച്ചുപൂട്ടേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. ഇന്ത്യയുടെ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തെ രാജ്യം ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ യുദ്ധത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പഹൽഗാം എന്ന ഭീകരാക്രമണത്തെ തുടർന്നുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ഇന്ത്യ നിശബ്ദത പാലിച്ചുകൊണ്ടും എന്നാൽ അടിക്ക് കൃത്യമായി തിരിച്ചടി നൽകിക്കൊണ്ടും മുൻപോട്ട് പോകുമ്പോഴെല്ലാം ഉറപ്പുവരുത്തിയിരുന്ന ഒന്ന്, പാകിസ്ഥാനിലെ ഭീകരവാദികളിൽ എത്ര പേർ കൊല്ലപ്പെട്ടാലും അവിടുത്തെ ഒരു സാധാരണക്കാരായ ജനത്തിൻ്റെയും ഹൃദയത്തിലേക്കോ അവരുടെ ജീവിതം നശിപ്പിക്കുന്ന തരത്തിലേക്കോ ആ യുദ്ധം ബാധിക്കരുത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പോരാട്ടത്തിൽ നമ്മുടെ രാജ്യത്തിന് ആകെ ഉണ്ടായിരുന്ന 2 പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, യുദ്ധം എത്ര കൊടുമ്പിരി കൊണ്ടാലും പാകിസ്ഥാനിലെ ഭീകരവാദികളെ മാത്രമല്ലാതെ ഒരു സിവിലിയനെ പോലും കൊല്ലാൻ പാടില്ല എന്നുള്ളത്. മറ്റൊന്ന്, പോരാട്ടത്തിന് ഈ രാജ്യത്തിന് വേണ്ടി ഇവിടുത്തെ ജനങ്ങൾ ഉറങ്ങുമ്പോൾ ഉറങ്ങാതെ പോരടിക്കുന്ന ഒരു ജവാൻ പോലും മരണപ്പെടരുത് എന്ന്. എന്നാൽ നമുക്ക് ഒരു ധീര ജവാനെ നഷ്ടമാകുന്നു. ആന്ധ്രാപ്രദേശുകാരനായ ജവാൻ മുരളി നായിക്കൻ വീരമൃത്യു വരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചു. നന്ദി, നമസ്കാരം.